അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള, നമുക്കൊക്കെ അറിയാവുന്നൊരു പേരാണ് യാ ജബ്ബാറു യാ അള്ളാഹ് എന്ന ഇസ്മ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ജബ്ബാറുമാരുണ്ട് അല്ലേ. ജബ്ബാർക്ക, നമ്മൾക്ക് ജബ്ബാർക്ക, നമ്മുടെ മാമമാരിൽ അല്ലെങ്കിൽ നമ്മുടെ വാപ്പമാരിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ ഒക്കെ ഒരുപാട് ജബ്ബാറുമാരുണ്ടാകും. ഈ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്ത ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരിലോ മക്കളിലോ മരുമക്കളിലോ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ആരും കാണാതെ പോകരുതേ. അവർക്കൊരു ഗിഫ്റ്റ്, അവർക്കൊരു സമ്മാനം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കണേ. അതോടൊപ്പം തന്നെ യാ ജബ്ബാറു യാ അള്ളാഹ് എന്ന ഇസ്മ നമ്മൾ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് എപ്പോഴാണ് പറയേണ്ടത്, ഈ ഇസ്മിൻ്റെ അർത്ഥം എന്താണ്, ഇതെങ്ങനെ പറയണം, എപ്പോൾ പറയണം, എന്തിനു പറയണം, വിശദമായ ഒരു വലിയ ചർച്ച തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു നാമം. പക്ഷേ ഇത് പലപ്പോഴും ഈ സിനിമകളിലും കോമഡികളിലൊക്കെ മുസ്ലിം ഐഡൻറ്റിറ്റിയിലുള്ള ഗുണ്ടകളെയും അതുപോലെ വില്ലന്മാരെയൊക്കെ കാണിക്കാൻ വേണ്ടി, അവരൊക്കെ പ്രദർശിപ്പിക്കാൻ അവരുടെ പേരായി ഇത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സ്നേഹമുള്ള ഉപ്പമാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടു കൂടി ജീവിക്കാനും, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാനും, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെലിമ പറഞ്ഞ് മരിക്കാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരുമാറാവട്ടെ. ഇന്ന് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. ഇത് മുമ്പ് ഈ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വിവാഹം ശരിയാകുന്നില്ല. അപ്പോൾ ഉസ്താദെ ഒരു സ്വലാത്ത്, എനിക്ക് വിവാഹമൊക്കെ ശരിയാവാൻ വേണ്ടി ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത് അദദു സ്വലാത്താണ്. നമ്മൾ ചൊല്ലാറുള്ള അദദു സ്വലാത്തില്ലേ, ഒന്ന് ചൊല്ലിയാലോ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലിക്കോ, എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം അല്ലെങ്കിൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അദദു സ്വലാത്ത്. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാ. അല്ലാഹുവേ പടച്ചോനെ, നിന്റെ അറിവിൽ, നിന്റെ ഇൽമിൽ, നിന്റെ ഓർമ്മയിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോന്ന്. അള്ളാഹിൻ്റെ ഓർമ്മയിൽ, അള്ളാഹുവിൻ്റെ ഇൽമിലല്ല ഈ ലോകം മൊത്തം ഉള്ളത്. ഈ ലോകത്ത് എന്തൊക്കെ വസ്തുണ്ട്, എന്തൊക്കെ വസ്തുക്കളുണ്ട്, അള്ളാഹു എത്രമാത്രം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. 6 ലക്ഷമാണോ, 5 ലക്ഷമാണോ, 10 ലക്ഷമാണോ, 10 കോടിയാണോ, 100 കോടിയാണോ, നമുക്ക് എണ്ണമില്ല. അതാ പറയുന്നത്, അള്ളാഹുവെ നിന്റെ ഇൽമിൽ, നിന്റെ അറിവിലുള്ള ഓരോ വസ്തുവിൻ്റെ എണ്ണത്തിനനുസരിച്ച്, അത് വല്ലാത്തൊരു വാക്കാണ്, എണ്ണത്തിനനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹുവെ നീ എല്ലാവിധ നന്മയും ബർക്കത്തും കൊടുക്കണേ എന്ന് ചൊല്ലിക്കുക. ഒരു പ്രാവശ്യം ചൊല്ലിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഇത് അറിയാവുന്ന സ്വലാത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സഹോദരനോട് ഈ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വിവാഹം ശരിയാകുന്നില്ല. പറഞ്ഞു 28 ദിവസം തുടർച്ചയായിട്ട് ഇത് ചൊല്ലി, ഇൻഷാ അല്ലാഹ് ഖൈറായ ഒരു ആലോചന വരുമെന്ന്. പക്ഷെ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ ആ സ്വലാത്ത് ചൊല്ലി, ഇതുവരെ ഒരു കല്യാണ ആലോചന വന്നില്ല. ഞാൻ അദ്ദേഹത്തോട് 2 കാര്യം ചോദിച്ചു. ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണ്? മൂപ്പര് പറഞ്ഞു 17 ദിവസമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് 28 ദിവസമാണ്. അപ്പോൾ 28 ദിവസം ആയിട്ടില്ല, 17 ദിവസം ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ക്ഷമിക്ക്, നിങ്ങൾക്ക് അത് റെഡിയായി കിട്ടും. പിന്നെ ചോദിച്ചു, ഈ നിസ്കാരമൊക്കെ എങ്ങനെയാണ്, കറക്റ്റാണോ? സുബിയൊക്കെ പലപ്പോഴും കള്ളായി പോവാറുണ്ട്.
അതായത് ഫർളായ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മളൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സ്വലാത്ത് മാത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എന്താ നേട്ടം? നേട്ടമില്ലെന്നല്ല, ഒരു സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും വലിയ നേട്ടമാണ്. പക്ഷേ നമ്മൾ അതോടൊപ്പം തന്നെ നല്ലതുപോലെ നമ്മളെ ഇബാദത്ത് കാര്യങ്ങൾ ഖുർആൻ ഓതുക, അതുപോലെ ദിക്റുകൾ പറയുക, ദുആ ചെയ്യുക, നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക, ഇടപാടുകൾ നമ്മുടെ ബന്ധങ്ങൾ അതൊക്കെ നന്നാക്കുന്നതോടൊപ്പം തന്നെ ഈ സ്വലാത്തും ചൊല്ലി ദുആ എന്നാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ഈ സ്വലാത്തിൻ്റെ കാര്യം മറക്കണ്ട. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് 11 വട്ടം. അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷമങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനും ഒക്കെ. ഇപ്പോൾ നമുക്ക് വലിയൊരു വിഷമമായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസം 16-ാം തീയതി, കഴിഞ്ഞ ജൂലൈ മാസം 16-ാം തീയതി നമ്മുടെ ചാനലിലൂടെയും അതല്ലാതെയൊക്കെ ഒരുപാട് നമ്മൾ ദുആ ചെയ്ത, അല്ലേ, നമ്മളൊക്കെ ഒരുപാട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരനുണ്ടായിരുന്നു. അർജുൻ എന്നാണ് ആ സഹോദരൻ്റെ പേര്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. അദ്ദേഹത്തെ ജൂലൈ 16-ന് കാണാതായി. ഇന്നേക്ക് 71 ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതശരീരം കിട്ടി. അദ്ദേഹം ഏത് വാഹനത്തിലാണ് സഞ്ചരിച്ചത്? ആ ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉൾപ്പെടെ തെരച്ചിലിലൂടെ അദ്ദേഹത്തെ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു അദ്ദേഹം ഒരു അത്ഭുതം സംഭവിച്ച് അദ്ദേഹം തിരിച്ചു വരണമെന്നൊക്കെ നമ്മൾ ജാതി മത ഒരു വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. നമ്മളൊക്കെ ദുആ ചെയ്തവരാണ്. എത്രയോ ജുമുഅക്കാണ് ഓരോ ഉസ്താദുമാരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തത്. അള്ളാഹുവിൻ്റെ വിധിയായിരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് അത് വല്ലാത്തൊരു വിഷമമായി. ഇപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ വലിയൊരു സങ്കടമുണ്ടായി. ഈ ലോറി, ഈ അർജുൻ എന്ന സഹോദരൻ സഞ്ചരിച്ചിരുന്ന ലോറി അതൊരു മുസ്ലിമായ മനാഫ് എന്ന പേരുള്ള ഒരു സഹോദരൻ്റെതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങളുണ്ടായി. ഒരുപാട് സംഘികളും കൃസംഘികളൊക്കെ അദ്ദേഹം ഈ മനാഫ് അയാളൊരു മുസ്ലിമാണ്, അയാൾ മനഃപൂർവ്വം കൊണ്ട് കുടുക്കിയതാണ്, ഇയാൾ കള്ളക്കടത്ത് കടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാബിൻ അതിങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്തുണ്ടായ ഒരു വികാരാധീതനായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഇത് അർജുൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കാണ്. അദ്ദേഹത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ സംസ്കാര പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കാണാതാവലും അതുമായി ബന്ധപ്പെട്ട വാർത്തയും. അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. ഒരുപാട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നമ്മുടെ ബന്ധുക്കളിൽ പല ആളുകളും കാണാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ കോട്ടയം കുമ്മനം ഭാഗത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബന്ധുക്കളായ 2 പേർ, അവൻ്റെ മാമിയും മാമയും കാണാതായിട്ട് ഇന്നൊക്കെ ഒരുപാട് മാസങ്ങൾ, ഒരു മാസം കഴിപ്പോൾ വർഷങ്ങളായി. അവരൊരു വാഗണർ കാറിൽ പോയി അവരെ കാണാതായതാണ്. എങ്ങോട്ട് പോയെന്നറിയില്ല. അവർ പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആറുകളുണ്ട് അവിടെ, പുഴകൾ, അവിടെയൊക്കെ പരിശോധന നടത്തി. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും കാണാതെ ആവുക, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട പലരും പെട്ടെന്ന് മരണപ്പെട്ടു പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഒരു പേരിന് പറ്റുമെന്നാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഈമാൻ ഉണ്ടാവാനും നമുക്ക് ത്വാക്കത്തുണ്ടാവാനും നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും നമുക്കൊരു കടിഞ്ഞാൻ പോലെ, നമുക്കൊരു പിടിവള്ളി പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്, ഒരു പേര്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ യാ മുഹൈമിൻ അതുപോലെ യാ അസീസ് എന്ന 2 ഇസ്മുകൾ, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ, ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ ഒരാൾ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും, ഇവിടെ മഹത്തുക്കൾ പറയുന്നു, ഒരാൾ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 26 പ്രാവശ്യം യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന ഇസ്മ, യാ ജബ്ബാറു എന്നോ അല്ലെങ്കിൽ യാ ജബ്ബാറു യാ അല്ലാഹ് എന്നോ, യാ ജബ്ബാറു എന്ന് പറയലാണ് നല്ലത്, എന്ന ഇസ്മ അവൻ പതിവാക്കി കഴിഞ്ഞാൽ ഒരു അക്രമിയുടെയും അക്രമത്തെ അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവനെ ആരും ആക്രമിക്കാൻ വരികയില്ല. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസ, പ്രതിസന്ധി, സങ്കടഘട്ടങ്ങളിൽ അവനിക്കുള്ള മാനസികമായ ത്രാണിയും
അതായത് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയും അവനിക്ക് കിട്ടുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഏതാണ് ഇസ്മ ഒന്ന് പറഞ്ഞേ? യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ. പലർക്കും ഈ പേര് പറയാൻ ഒരു മടി ഉണ്ടാവും. മടി എന്താ പറയുക, മടിയും ഒരു ചിരി വരലൊക്കെ. യാ ജബ്ബാറു യാ അല്ലാ, ഇത് അള്ളാഹിൻ്റെ ഇസ്മാണോ ഉസ്താദെ? ഇത് അള്ളാഹിൻ്റെ ഇസ്മ തന്നെയാണോ? കാരണം പഴയ കാലത്തൊക്കെ ഈ സിനിമകൾ കാണുന്ന ആളുകളുണ്ടായിരുന്നു അല്ലേ? പഴയ കാലത്ത് സിനിമകൾ, ഈ കോമഡി പരിപാടികളൊക്കെ കാണുമ്പോൾ ഒരു മുസ്ലിമായ ഒരു ഗുണ്ട അല്ലെങ്കിൽ മുസ്ലിമായ ഒരു കോമാളി വേഷം അല്ലെങ്കിൽ ഒരു എന്താണ് ആ പരിസരത്ത് ഒരു ഗ്രാമത്തിലോ ഒരു നാട്ടിലോ ഒരു ചട്ടമ്പി ഉണ്ടെങ്കിൽ ആ ചട്ടമ്പിയുടെ പേര് ജബ്ബാർ എന്നായിരിക്കും. എത്രയോ അങ്ങനെയുണ്ട് കഥാപാത്രങ്ങളുടെ പേര്. ഒരു ഗുണ്ടയായ ചട്ടമ്പിയായ ഒരു എന്താ പറയുക, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു മുസ്ലിം കഥാപാത്രമുണ്ടെങ്കിൽ അയാളുടെ പേര് ഒന്നുകിൽ ജബ്ബാർ ആയിരിക്കും അല്ലെങ്കിൽ ഹൈദ്രോസ് ആയിരിക്കും അല്ലെ? ഹൈദ്രോസ് വരുന്നുണ്ട്. അങ്ങനെ അതായത് വില്ലന്മാർക്ക് ഇടുന്ന, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ആൾക്ക് ഇടുന്ന ഒരു പേരല്ലേ, അവർക്കുള്ള പേരല്ലേ ഈ ജബ്ബാർ എന്ന പേര്? അത് അള്ളാഹിന്റെ പേരാണോ ഉസ്താദെ? അത് അള്ളാഹുവിൻ്റെ സുന്ദരമായ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ സുന്ദരമായ മഹത്വമുള്ള 99 പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാ ജബ്ബാർ എന്നത്. അള്ളാഹുവിൻ്റെ സുന്ദരമായ ആ ഒരു പേര് നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പണ്ട് നമ്മൾ കണ്ട ഈ സിനിമയുടെ അല്ലെങ്കിൽ നമ്മുടെ കോമഡി പരിപാടികളുടെയൊക്കെ മുസ്ലിം നാമധാരികളായ വില്ലന്മാരുടെ അല്ലെങ്കിൽ ചട്ടമ്പികളുടെ ഒരു കഥാപാത്രം, അവർക്കുള്ള പേര് അത് അള്ളാഹുവിൻ്റെ പേരായി എങ്ങനെ മാറി? അതൊക്കെ അള്ളാഹിൻ്റെ പേരാണോ എന്നുള്ള സംശയം വേണ്ട. അത് അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്വമുള്ള പേരാണ്. അത് ആ ഒരു ചട്ടമ്പികൾക്ക് ഇട്ടത് അതാ ഇട്ടവൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ കോമാളികൾക്ക് ഇട്ടത് അതാ ഇട്ട ആളുടെ പ്രശ്നമാണ്, അല്ലാതെ ഈ പേരിൻ്റെ പ്രശ്നമോ അള്ളാഹിൻ്റെ പ്രശ്നമോ അല്ല. എന്താണ് ഈ യാ ജബ്ബാർ എന്ന ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താ? സർവശക്തൻ എന്നാണ്. സർവശക്തൻ, എല്ലാത്തിനും കഴിവുള്ളവൻ എന്നാണ്. സത്യത്തിൽ ഒരാളെ നമ്മൾ ജബ്ബാറെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. അബ്ദുൽ ജബ്ബാർ എന്ന് വേണം വിളിക്കാൻ. അള്ളാഹുവിൻ്റെ ഏത് പേരെടുത്താലും അല്ലേ, അള്ളാഹുവിൻ്റെ 99 പേരുണ്ടല്ലോ, ആ പേര് തനിച്ച് വിളിക്കാൻ പാടില്ലെന്നാണ്. ആ പേര് വിളിക്കുമ്പോൾ അബ്ദ് എന്ന് ചേർക്കുക, അബ്ദു എന്ന് ചേർത്ത് വേണം. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്ദുൽ ജബ്ബാർ, ജബ്ബാറായ സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമ. അതാണ് അങ്ങനെയാണ് പറയേണ്ടത്. റഹ്മാൻ, റഹീം, എടാ റഹീമേ, എടാ റഹ്മാനെ, എടാ സത്താറെ, എടാ ജബ്ബാറെ, എടാ ശുക്കൂറെ എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ? സത്യത്തിൽ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ സത്താർ, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹീം, അബ്ദുൽ ജബ്ബാർ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഈ പേരിൻ്റെ ഈ ഇസ്മിൻ്റെ മഹത്വം പറയുന്നു 26 പ്രാവശ്യം. എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും യാ ജബ്ബാർ എന്ന ഇസ്മ ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവനിക്ക് അല്ലാഹു തആല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്ഷമ, ഒരു ത്രാണി അവനിക്ക് കൊടുക്കുന്നതാണ്. മാത്രമല്ല അക്രമികളായ ആളുകളിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ അല്ലാഹു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അബ്ദുൽ ജബ്ബാർ എന്ന് പേരുള്ള ആളുണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരിൽ അല്ലെങ്കിൽ ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ അബ്ദുൽ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ പേരായ ഈ യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മു പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ പറയാറില്ലേ, ഓ അവൻ്റെ ഒരു ഭാഗ്യം, ഓ അവൻ്റെ സമയം, അവൻ്റെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഈ അബ്ദുൽ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും നിശ്ചിത എണ്ണം, അതിപ്പോൾ പറയുന്നത് 26, ആ ഒരു പ്രാവശ്യം ഈ ഒരു ഇസ്മ യാ ജബ്ബാറു യാ ജബ്ബാറു യാ ജബ്ബാറു എന്ന് 26 പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ലാഭങ്ങൾ, ഒരുപാട് ഭാഗ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ നബി തങ്ങൾ ഒരുപാട് അധികരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്ന് ഇരിക്കില്ലായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള 10 പ്രത്യേകതയുണ്ട്. ആ 10 പ്രത്യേകതയിൽ ഒന്നാണ് നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കൂല. നമ്മുടെയൊക്കെ ശരീരത്തിൽ എത്രയോ പ്രാവശ്യം ഈച്ച അവിടെ ഇവിടെയൊക്കെ അഴുക്കിലൊക്കെ പോയി നജസിൽ പോയി ഇരുന്നിട്ട് വന്ന് ഇരിക്കാറുണ്ട്. നബി തങ്ങളുടെ ശരീരത്തിൽ മാത്രം ഈച്ച ഇരിക്കാറില്ല. അതിൻ്റെ കാരണമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് നബി തങ്ങൾ എപ്പോഴും യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മിങ്ങനെ അധികരിപ്പിക്കുമായിരുന്നു. ഇനിയോ യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ വീണ്ടും മഹത്വങ്ങൾ പറയുന്നു. ഭാര്യയോ ഭർത്താവോ മക്കളോ, അതായത് കുടുംബത്തിൽ ആരെങ്കിലും
അനുസരണയില്ലാത്തവർ ആണെങ്കിൽ ഈ ഇസ്മ പതിവായി ചൊല്ലി ദുആ ചെയ്താൽ അവർക്ക് വലിയ ഫലം കിട്ടുന്നതാണ്. ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന ഭാര്യ, ഭാര്യയുടെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന ഭർത്താവ്, മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇസ്മിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്തോ അവരുടെ ഉപദ്രവം ഉണ്ടാവില്ല. അതായത് അവർ നന്നാകും എന്നാണ്. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, മക്കള് റാഹത്തിലാവാനൊക്കെ ഈ ഒരു ഇസ്മ കൊണ്ട് പറ്റുന്നതാണ്. ഇനി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന യാ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ ഈ ഇസ്മ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് തീർപ്പാക്കാൻ പോകുമ്പോൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് ആണ് നമ്മൾ തീർപ്പാക്കുന്നതെങ്കിൽ അതിൽ വലിയ ഖൈറുണ്ടാകും. വിവാഹ ആലോചന, ഇപ്പോൾ മകളുടെ വീട്ടുകാരും മകൻ്റെ വീട്ടുകാരും വിവാഹ നിശ്ചയമൊക്കെ നടക്കൂലേ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഏർപ്പാട്, അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പോകുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു വീടുമായി ബന്ധപ്പെട്ട പണി തുടങ്ങുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച് അതിൻ്റെ ഒരു സംസാരിച്ച് അവസാനിപ്പിക്കൂലേ, ആ സമയത്ത് നമ്മൾ എല്ലാ വലിയ ഒച്ചയിലൊന്നും വേണ്ട, സ്വന്തമായിട്ട് നമ്മൾ യാ ജബ്ബാർ യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, പടച്ചോനെ ഇതൊക്കെ റാഹത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല റാഹത്തിലാക്കി തരും. അപ്പോൾ പഠിച്ചു വെച്ചോ, ഈ ഒരു ഇസ്മിന് ഇപ്പോൾ പറഞ്ഞതല്ലാതെ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും പറയാനുണ്ട്. തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സുന്ദരമായ വെള്ളിയാഴ്ചയും ഇനിയുള്ള സമയങ്ങളിലുമൊക്കെ നമുക്കൊരു പിടിവള്ളിയാണ് അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന ഇസ്മ. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഒരു 11 വട്ടം ഈ സ്വലാത്ത് അദദ് സ്വലാത്ത് പറഞ്ഞു നോക്ക്, വമ്പൻ നേട്ടങ്ങളാണ് ജീവിതത്തിൽ വരുന്നത്. അല്ലാഹു തആല ഇത് രണ്ടും മുറുകെ പിടിക്കാനുള്ള തൗഫീക്ക് ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് തരുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് റബ്ബേ എത്രയാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് ആളുകളാണ് കമൻ്റ് എഴുതുന്നത്, ഒരുപാട് ദുആ വസിയത്ത് പറയുന്നത്. അല്ലാഹു പടച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞു അവരുടെ വിഷമങ്ങളൊക്കെ നീ അറിയുന്നവരാണ്, അവരുടെ സങ്കടങ്ങൾ നീ അറിയുന്നവരാൻ. അല്ലാഹുവേ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ സ്വലാത്തിൻ്റെ, ഞങ്ങൾ ഈ പറഞ്ഞ ഇസ്മിൻ്റെ ഒക്കെ ബറക്കത്ത് റാഹത്ത് കൊണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ നന്മയും ഞങ്ങൾക്ക് തരണേ അല്ലാ. ചില ഉമ്മമാർക്ക് അല്ലാഹുവേ പടച്ചവനെ അവർക്ക് ഈ കമൻ്റ് എഴുതാൻ അറിയില്ല. പലരും പറയാറുണ്ട് സാർ ഞങ്ങൾക്ക് കമൻ്റ് എഴുതാനൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ദുആ വസിയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലാഹുവേ പടച്ചവനെ അങ്ങനെ ഈ കമൻ്റ് ഒന്നും എഴുതാത്ത അല്ലെങ്കിൽ എഴുതാൻ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ടാകും, ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ. അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.